ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. നവരാത്രി 1-ാം ദിനം ഒക്ടോബർ 3. അന്നത്തെ ദിവസം നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്ന ഭഗവതിയുടെ രൂപം ശൈലപുത്രി. ആരാണ് ശൈലപുത്രി? ശ്രീ പാർവതി ദേവി. നമുക്കെല്ലാവർക്കും അറിയാം ആ കഥ. പരമശിവൻ്റെ ഭാര്യയായിരുന്നു സതീദേവി. ദക്ഷൻ്റെ മകളായിരുന്നു സതീദേവി. ദക്ഷൻ്റെ മകളായതിനാൽ ദാക്ഷായണി എന്നും അറിയപ്പെട്ടിരുന്നു. പരമശിവനെ വിവാഹം കഴിക്കണമെന്ന് വാശി പിടിച്ചിരുന്നു സതീദേവി. പക്ഷേ അച്ഛനായ ദക്ഷന് ഒട്ടും താല്പര്യമില്ലായിരുന്നു. എങ്കിലും മകളുടെ നിർബന്ധത്തിന് വഴങ്ങി ഭഗവാന് വിവാഹം ചെയ്തു കൊടുത്തു. പക്ഷേ യാതൊരു സഹകരണവുമില്ല. ഒരിക്കൽ ദക്ഷൻ വലിയ യാഗം നടത്തുന്നു. ത്രിലോകത്തുമുള്ള വിശിഷ്ട വ്യക്തികളെ എല്ലാവരെയും ക്ഷണിച്ചു. സകല ദേവന്മാരെയും ക്ഷണിച്ചു. സപ്തർഷികളെ ക്ഷണിച്ചു. ഗന്ധർവന്മാരെ എന്ന് വേണ്ട എല്ലാവരെയും ക്ഷണിച്ചു. പക്ഷേ തൻ്റെ മകളുടെ ഭർത്താവായ മഹാദേവനെയും മകളെയും ക്ഷണിച്ചില്ല. യാഗവിവരം സതീദേവി അറിയുന്നു. വലിയ സങ്കടമാകുന്നു. അച്ഛൻ്റെ യാഗത്തിന് പോകണം എന്ന് മഹാദേവനോട് പറയുന്നു. മഹാദേവന് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. പോകണ്ട എന്ന് മഹാദേവൻ ദേവിയോട് പറയുന്നു. അതിന് പറയുന്ന കാരണം തീർച്ചയായും ദേവി അവിടെ ചെന്നാൽ അപമാനിക്കപ്പെടും. അത് കേട്ടപ്പോൾ ദേവി ഭർത്താവിനോട് പറയുന്നു, ഇല്ല, ഒരിക്കലും എൻ്റെ അച്ഛൻ ആ വിധം പ്രവർത്തിക്കുകയില്ല. അത് കേട്ട് മഹാദേവൻ ഒന്ന് പുഞ്ചിരിച്ചു. ദേവി സ്വന്തം അച്ഛൻ്റെ യജ്ഞത്തിൽ പങ്കെടുക്കാൻ പുറപ്പെട്ടു. അവിടെ ചെന്നപ്പോൾ വിളിക്കാത്ത യാഗത്തിന് വന്നതുപോലെയുള്ള പെരുമാറ്റമായിരുന്നു ദേവിക്കവിടെ അനുഭവപ്പെട്ടത്. എല്ലാവരും, തൻ്റെ അമ്മ ഒഴികെ ബാക്കി എല്ലാവരും തന്നെ ദേവിയെ അപമാനിച്ചു എന്ന് മാത്രമല്ല, തൻ്റെ പതിയായ ശ്രീ പരമേശ്വരനെ നിന്ദിക്കുകയും ചെയ്തു. ഇതിൽ മനസ്സു വേദനിച്ച മഹാദേവി അഗ്നിയിൽ സ്വയം സമർപ്പിച്ചു. ഇതറിഞ്ഞ മഹാദേവൻ കോപാകുലനായി. ആ കോപത്തിൽ നിന്ന് ഭഗവാൻ 2 ഭൂതഗണങ്ങളെ സൃഷ്ടിക്കുന്നു. അവരാണ് വീരഭദ്രനും ഭദ്രകാളിയും. അവരോട് ദക്ഷനെ വധിക്കാൻ ഭഗവാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ വീരഭദ്രനും ഭദ്രകാളിയും ദക്ഷൻ്റെ യാഗസ്ഥലത്ത് എത്തുകയും വീരഭദ്രൻ ദക്ഷനെ വധിക്കുകയും ചെയ്യുന്നു. തല വെട്ടിമാറ്റിയാണ് ദക്ഷനെ വധിച്ചത്. അതിനുശേഷം ആ ശിരസ് യാഗാഗ്നിയിൽ നിക്ഷേപിക്കുകയും ചെയ്തു. യജമാനനെ കൂടാതെ, അതായത് യജ്ഞം നടത്തുന്ന ഗൃഹസ്ഥൻ, യാഗം അവസാനിപ്പിക്കാൻ സാധിക്കുകയില്ല. യജ്ഞം പകുതി നടന്നു കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ ബ്രഹ്മാവും മഹാവിഷ്ണുവും മഹാദേവനെ കാണുകയും എങ്ങനെയെങ്കിലും ദക്ഷനെ ജീവിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ മഹാദേവൻ പറയുകയാണ്, തെക്കോട്ട് തലവെച്ച് കിടന്നുറങ്ങുന്ന ഏതെങ്കിലും ജീവിയോ മനുഷ്യരോ ഉണ്ടെങ്കിൽ അവരുടെ തല കൊണ്ടുവന്ന് യഥാസ്ഥലത്ത് വെച്ചാൽ ദക്ഷൻ ജീവിക്കുമെന്ന്. അങ്ങനെ അന്വേഷിച്ച് തെക്കോട്ട് തലവെച്ചു കിടന്ന ഒരാടിനെ
കണ്ടെത്തുകയും ആ ആടിൻ്റെ തല വെച്ച് ദക്ഷനെ വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ പുനർജനിച്ച ദക്ഷൻ ക്ഷമായാചനം ചെയ്ത് മഹാദേവനെ സ്തുതിച്ചു. അതിനുശേഷം മഹാദേവൻ ഒരു വലിയ ധ്യാനത്തിലേക്ക് പോകുന്നു. ആ സമയത്താണ് ദാക്ഷായണി വീണ്ടും ജനിക്കുന്നത്. ഹിമവാന്റെ പുത്രിയായി. ശൈലം എന്ന് വെച്ചാൽ പർവ്വതം എന്നർത്ഥം. പർവ്വത രാജാവായ ഹിമവാന്റെ പുത്രിയായി പാർവതീദേവി വീണ്ടും ജനിക്കുന്നു. ശൈലത്തിൻ്റെ പുത്രിയായതിനാൽ ശൈലപുത്രി എന്ന് അറിയപ്പെടുന്നു. ദേവിയുടെ നിറം വെളുപ്പ്. ചന്ദ്രഭഗവാന്റെ ദേവതയാണ്. അതായത് ചന്ദ്രദശാകാലത്തിലുള്ളവർ ശൈലപുത്രി ദേവിയെ പ്രാർത്ഥിക്കുന്നത്, അതായത് ശ്രീ പാർവതീ ദേവിയുടെ ശൈലപുത്രി രൂപത്തെ പ്രാർത്ഥിക്കുന്നത് വളരെ ഗുണമാണ്. അതുപോലെ ജാതകത്തിൽ ചന്ദ്രൻ്റെ ബലം കുറഞ്ഞിരിക്കുന്ന ആളുകളും ദേവിയെ പ്രാർത്ഥിക്കുന്നത് വളരെ ഗുണമാണ്. അതുപോലെ അഭിവൃദ്ധി ഉണ്ടാകുന്നതിനും സമൃദ്ധി ഉണ്ടാകുന്നതിനും ദേവിയെ പ്രാർത്ഥിക്കുന്നത് വളരെ വിശേഷമാണ്. ദേവി വിശുദ്ധിയെയും നിഷ്കളങ്കതയെയും സമാധാനത്തിനെയും ശാന്തതയെയും സൂചിപ്പിക്കുന്നു. ദേവി ഒരു കാളയുടെ മുകളിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദേവിയെ വൃഷാരൂഢ എന്നും അറിയപ്പെടുന്നു. ദേവിക്ക് 2 കൈകളാണുള്ളത്. വലതു കൈയിൽ ത്രിശൂലവും ഇടതു കൈയിൽ താമരയുമാണ് ഉള്ളത്. സമൃദ്ധിയുടെ ദേവതയാണ് ശൈലപുത്രി. ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രസാദം നെയ്യാണ്. അതും നമ്മുടെ കയ്യാൽ ഉണ്ടാക്കുന്ന നെയ്യ് ദേവിക്ക് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് 1-ാം ദിവസം ദേവിക്ക് നെയ്യ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. നെയ്വിളക്ക് കത്തിക്കുന്നത് വളരെ നല്ലതാണ്. ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യെടുത്ത് ദേവിക്ക് സമർപ്പിക്കുന്നത് വളരെ വിശേഷമാണ്. 2-3 സ്പൂൺ മതി നെയ്യ് ഒരു പാത്രത്തിൽ ദേവിക്ക് സമർപ്പിക്കുക. രാവിലെയോ വൈകുന്നേരമോ. രാവിലെ വെക്കുന്നത് വളരെ നല്ലതാണ്. 2 നേരവും സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ്. 1 നേരമെങ്കിലും സമർപ്പിക്കുന്നത് വളരെ വിശേഷമാണ്. ഇനി ദേവിക്ക് പലഹാരങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അത് നെയ്യിലുണ്ടാക്കുന്നത് വളരെ നല്ലതാണ്. അതിൻ്റെ അർത്ഥം ദേവിക്ക് നെയ്യ് സമർപ്പിക്കുക എന്നുള്ളതാണ്. തങ്ങളുടെ കയ്യാൽ ഉണ്ടാക്കുകയാണെങ്കിൽ അത് വലിയ വിശേഷം. ഇനി നവരാത്രി 1-ാം ദിവസത്തെ നിറം മഞ്ഞ. അന്നത്തെ ദിവസം മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് വളരെ വിശേഷമാണ്. ഇനി വസ്ത്രങ്ങൾ ഇല്ലെങ്കിൽ, മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ഇല്ലെങ്കിൽ, മഞ്ഞ നിറത്തിലുള്ള എന്തെങ്കിലും ഒരു സാധനം, അതായത് നമ്മുടെ നേരെ നോക്കുമ്പോൾ മറ്റുള്ളവർക്ക് അത് കാണാൻ പറ്റണം. പൊട്ടായിക്കോട്ടെ, ഇനി മഞ്ഞ പൂക്കളായിക്കോട്ടെ, അതുപോലെ തലയിലിടുന്ന ബാൻഡുകളായിക്കോട്ടെ, മാലയായിക്കോട്ടെ, മഞ്ഞ വളകൾ ഒക്കെ തന്നെ നല്ലതാണ്. അതായത് മഞ്ഞ നിറമുള്ള സാധനങ്ങൾ ധരിക്കുക. എന്തിനാണ് ഇത് ധരിക്കുന്നത്? ആ ദിവസം നമുക്ക് വളരെ ശുഭാപ്തി വിശ്വാസമുണ്ടാകുമെന്നാണ് പറയുന്നത്. അതുപോലെ വളരെയധികം സന്തോഷം നൽകുമെന്നും പറയുന്നു. ദിവസം മുഴുവൻ ഉന്മേഷത്തോടുകൂടി ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നിറത്തിലുള്ള വസ്തുക്കൾ, വസ്ത്രങ്ങൾ ധരിക്കുന്നതെന്നാണ് വിശ്വസിക്കുന്നത്. ദേവിക്ക് വളരെ ഇഷ്ടമാണ് നവരാത്രി 1-ാം ദിവസം മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അന്നത്തെ ദിവസം പ്രാർത്ഥിക്കേണ്ടുന്ന ദേവിയുടെ രൂപം ശൈലപുത്രി രൂപം. നിങ്ങളിപ്പോൾ ഈ കാണുന്ന രൂപമാണ് ശൈലപുത്രി രൂപം. പ്രാർത്ഥിക്കുമ്പോൾ ഈ രൂപം മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിക്കുക. ഇനി എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? ഓം ദേവീം ശൈലപുത്രേ നമഃ. ഓം
ദേവീം ശൈലപുത്രേ നമ, ഓം ദേവീം ശൈലപുത്രേ നമ എന്ന് 108 തവണ രാവിലെയും വൈകുന്നേരവും ജപിക്കുക. നെയ്യാണ് ദേവിക്ക് വഴിപാടായി സമർപ്പിക്കേണ്ടത്. നെയ്വിളക്ക് കത്തിക്കാം 5 തിരിയിട്ട്. അതുകൂടാതെ നമുക്ക് നമ്മുടെ കയ്യാൽ കുറച്ച് നെയ്യ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ശുദ്ധമായ നെയ്യ്, നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരുന്നതിൻ്റെ ബാക്കി നെയ്യ് ഒരു കാരണവശാലും ദേവിക്ക് പ്രസാദമായി സമർപ്പിക്കരുത്. അതുപോലെ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ നല്ല കമ്പനിയുടെ നെയ്യ് മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മേടിക്കുകയാണെങ്കിൽ പലപ്പോഴും നമുക്ക് പേര് പോലും കേട്ടിട്ടില്ലാത്ത പലതരം ബ്രാൻഡുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നല്ല നെയ്യ്, ഞാൻ ഒരു ബ്രാൻഡിൻ്റെയും പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, നമുക്കൊക്കെ അറിയാം ഏതാണ് നല്ല നെയ്യെന്ന്. അത് മേടിച്ച് വെക്കാനായിട്ട് ശ്രമിക്കുക. അതല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ കുറച്ച് വെണ്ണ ഉരുക്കി നെയ്യെടുത്ത് വെച്ചാലും മതി. അതൊക്കെ നമുക്കിന്ന് അറിയാം എല്ലാവർക്കും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അത് 1 സ്പൂണോ 2 സ്പൂണോ ആയാലും മതി. അതൊരു കുഞ്ഞു പാത്രത്തിൽ ദേവിക്ക് സമർപ്പിച്ചതിന് ശേഷം നാമം ചൊല്ലി പ്രാർത്ഥിച്ച് ദേവിയെ നമസ്കരിച്ച് നമുക്ക് എല്ലാ സ്വസ്ഥതയും സമാധാനവും നൽകണമേ എന്ന് പ്രാർത്ഥിച്ച്, പ്രത്യേകിച്ച് ചന്ദ്രഭഗവാന്റെ ദേവതയായതുകൊണ്ട് നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും ദേവി പ്രദാനം ചെയ്യും. നമുക്ക് തൊഴിൽ സംബന്ധമായ ഉയർച്ച, പുതിയ തൊഴിൽ ലഭിക്കുന്നതിന്, വിദ്യാഭ്യാസ പുരോഗതി, അതുപോലെ കുടുംബ സമാധാനം, അങ്ങനെ എല്ലാം തന്നെ ദേവി പ്രദാനം ചെയ്യും. അതുകൊണ്ട് തന്നെ ദേവിയെ പ്രാർത്ഥിച്ചാൽ സകല ഐശ്വര്യങ്ങളും നമുക്കുണ്ടാകും. ഞാൻ ഈ പറഞ്ഞ നാമമാണ് 108 തവണ ജപിക്കേണ്ടത്. ഓം ദേവീം ശൈലപുത്രേ നമ എന്ന് ജപിക്കുക. ദേവിക്ക് നെയ്യ് സമർപ്പിക്കുക, നാമം ചൊല്ലുക, പ്രാർത്ഥിക്കുക. അതിനുശേഷം ഈ നെയ്യ് നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരും ഓരോ തുള്ളിയാണെങ്കിലും അത് ഭക്ഷിക്കാവുന്നതാണ്. ഈ വിധത്തിലാണ് ഒക്ടോബർ 3-ാം തീയതി പ്രാർത്ഥിക്കേണ്ടത്. എന്തെങ്കിലും പലഹാരമുണ്ടാക്കി ദേവിക്ക് സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നെയ്യിൽ പലഹാരമുണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക. നെയ്യാണ് ദേവിക്ക് ഏറ്റവും ഇഷ്ടം. നിറം മഞ്ഞ. കഥയും മറ്റു കാര്യങ്ങളുമെല്ലാം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതേ രീതിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഭഗവാൻ തരട്ടെ. ദേവിയുടെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതിലൊരു പിശുക്കും കാണിക്കണ്ട. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതും പറയുക. കാര്യങ്ങളെല്ലാം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഹരേ കൃഷ്ണ.